പ്രൈസ് ദി ലോർഡ്. സന്തോഷമുള്ളവർ കർത്താവിനെ സ്തുതിച്ചാട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. സാരമില്ല ഈ സങ്കടങ്ങൾ, മാറിപ്പോകും നീ വേദനകൾ. സാരമില്ല ഈ സങ്കടങ്ങൾ, മാറിപ്പോകും വാഗ്ദത്തമുണ്ടിനി ആ നല്ല നാളുകൾ വേഗം വരും. മാറിപ്പോകാത്തൊരു വാഗ്ദത്തമുണ്ടിനി ആ നല്ല നാളുകൾ വേഗം വരും. കരയേണ്ട ദുഃഖത്താൽ കർത്തനുണ്ട്, കണ്ണീരെല്ലാം യേശു മാറ്റിടുമേ. കരയേണ്ട ദുഃഖത്താൽ കർത്തനുണ്ട്, കണ്ണുനീരെല്ലാം യേശു മാറ്റിടുമേ. സങ്കടങ്ങൾക്കെല്ലാം പരിഹാരം തന്നിടും, പ്രാർത്ഥന കേൾക്കുന്ന യേശുവുണ്ട്. സങ്കടങ്ങൾക്കെല്ലാം പരിഹാരം തന്നിടും, പ്രാർത്ഥന കേൾക്കുന്ന യേശുവുണ്ട്. സാരമില്ല ഈ സങ്കടങ്ങൾ, മാറിപ്പോകും സാരമില്ല ഈ സങ്കടങ്ങൾ, മാറിപ്പോകും നീ വേദനകൾ. മാറിപ്പോകാത്തൊരു വാഗ്ദത്തമുണ്ടിനി ആ നല്ല നാളുകൾ വേഗം വരും. വാഗ്ദത്തമുണ്ടിനി ആ നല്ല നാളുകൾ വേഗം വരും. ഏലിയാവിൻ ദൈവം കൂടെയുണ്ട്, എന്നും എന്നെ കർത്തൻ പോറ്റിടുന്നു. ഏലിയാവിൻ ദൈവം കൂടെയുണ്ട്, എന്നും എന്നെ കർത്തൻ പോറ്റിടുന്നു. കാക്കയെ കൊണ്ടവൻ ഭക്ഷണമൊരുക്കി, നിത്യമെന്നെ താതൻ പോറ്റിടുന്നു. കാക്കയെ കൊണ്ടവൻ ഭക്ഷണമൊരുക്കി, നിത്യമെന്നെ താതൻ പോറ്റിടുന്നു. സാരമില്ല ഈ സങ്കടങ്ങൾ, മാറിപ്പോകും ഈ വേദനകൾ. സാരമില്ല ഈ സങ്കടങ്ങൾ, മാറിപ്പോകും ഈ വേദനകൾ. മാറിപ്പോകാത്തൊരു വാഗ്ദത്തമുണ്ടിനി ആ നല്ല നാളുകൾ വേഗം വരും. മാറിപ്പോകാത്തൊരു വാഗ്ദത്തമുണ്ടിനി ആ നല്ല നാളുകൾ വേഗം വരും. ഒരുമിച്ച് ഒരിക്കൽ കൂടി പാടിയാട്ടെ. മാറ്റമില്ലാത്തൊരു വാഗ്ദത്തമുണ്ടിനി ആ നല്ല നാളുകൾ വേഗം വരും. പ്രൈസ് ദി ലോർഡ്. കർത്താവിൻ്റെ അതിപരിശുദ്ധമേറിയ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഇന്ന് പകലിൽ ഈ പാട്ട് ഇവിടെ പാടുവാൻ കാരണം, ആമേൻ,
കഴിഞ്ഞ ഒരാഴ്ചയായിട്ട് എല്ലാം ഇങ്ങനെ കൊന്നിരിക്കുകയാണ്. ദുഃഖവും വേദനയും സങ്കടവും, ആരോടും പറയാനും പറ്റുന്നില്ല, കക്കാനും വയ്യ, വിഴുങ്ങാനും പറ്റാതെ ഈ തൊണ്ടയിൽ ആമേൻ ഭക്ഷണം കുടുങ്ങിയിട്ട് കക്കാനും പറ്റുന്നില്ല, ഇതകത്തോട്ട് ഇറക്കാൻ പറ്റുന്നില്ല. അങ്ങനെ ഒരു സാഹചര്യത്തിൽ കുറേ എണ്ണം ഇങ്ങനെ കൊന്നിരിക്കുന്നു. ആമേൻ. അപ്പോൾ ഞാനിവിടെ വന്നിരുന്നപ്പോൾ ആമേൻ ദൈവാത്മാവ് എനിക്ക് ഉള്ളിൽ ആമേൻ ഇത് പാടാനായിട്ട്, ഞാൻ ഇതുവരെയും ചർച്ചിൽ പാടിയിട്ടില്ല, പക്ഷേ എന്നെ പാടാനായിട്ട് ഇങ്ങനെ ദൈവാത്മാവ് പ്രേരിപ്പിച്ചു. അതുകൊണ്ടാണ് ഞാൻ പാടിയത്. പ്രിയ ദൈവമക്കളെ, മാറിപ്പോകാത്തൊരു വാക്തത്വം നമ്മുടെ മേലുണ്ട്. അതുകൊണ്ട് നമ്മൾ ഭാരപ്പെടണ്ട. ഈ സങ്കടങ്ങളൊന്നും ആമേൻ ഹല്ലേലൂയ അത് ദീർഘനാളത്തേക്ക് ആമേൻ അത് വെച്ച് പൊറിപ്പിക്കുവാൻ കർത്താവ് അനുവദിക്കത്തില്ല. ആമേൻ. വാക്തത്വം ചെയ്തിട്ടുണ്ടെങ്കിൽ വാക്തത്വത്തിൻ്റെ നിവർത്തീകരണം സ്വർഗത്തിലെ അപ്പൻ ചെയ്യും. അങ്ങനെയെങ്കിൽ ആമേൻ ഹല്ലേലൂയ ആ വാക്തത്വം പ്രാപിക്കുവാനുള്ള ആമേൻ ആ വാക്തത്വം കാണുവാനുള്ള ആത്മീക ബലത്തെ ധരിച്ചുകൊണ്ട് ആമേൻ ഈ കഷ്ടങ്ങളെ സാരമില്ലെന്നെണ്ണി, ആമേൻ ഈ വേദനകളെ ആമേൻ സാരമില്ലെന്നെണ്ണി ആമേൻ മുൻപോട്ട് കടന്നു പോകുന്നെങ്കിൽ ആമേൻ മാറ്റമില്ലാത്ത വാക്തത്വത്തെ നമുക്ക് അനുഭവിക്കുവാൻ കഴിയും. ആമേൻ. ഒരു സാക്ഷ്യത്തോടെ ഞാൻ തുടങ്ങട്ടെ. കഴിഞ്ഞ ആഴ്ച എല്ലാവർക്കും അറിയാം, മീറ്റിംഗ് കഴിഞ്ഞപ്പോൾ ആമേൻ ഹല്ലേലൂയ എനിക്ക് എന്നെ സംബന്ധിച്ചിടത്തോളം ആരെങ്കിലും ഒന്ന് കരഞ്ഞാൽ, ആരെങ്കിലും ഒന്ന് വേദനിച്ചാൽ, അല്ലെങ്കിൽ ആരുടെയെങ്കിലും ഒരു ദുഃഖം കേട്ട് കഴിഞ്ഞാൽ പിന്നെ ആമേൻ ആ ഒരാഴ്ചത്തെ ഉറക്കം പോയി. ആമേൻ. കുറച്ച് ദിവസമായി ന്യൂ ഇയർ തുടങ്ങിയ ദിവസം ആമേൻ തുടങ്ങി ആമേൻ മറ്റു കുഴപ്പങ്ങളൊന്നും ഇല്ലാതെ വളരെ സന്തോഷത്തിൽ ആമേൻ മുൻപോട്ട് പോവുകയായിരുന്നു. അപ്പോഴാണ് കഴിഞ്ഞ ആഴ്ച മീറ്റിംഗ് കഴിഞ്ഞ് അല്പസമയം നമ്മൾ ഇതിനകത്ത് സ്പെൻഡ് ചെയ്യേണ്ടി വന്നു. ആമേൻ മരണത്തിന് വേണ്ടി പദ്ധതി ഒരുക്കി ആമേൻ പ്ലാൻ ചെയ്ത് ആമേൻ ഇരുന്നൊരു ആമേൻ വ്യക്തി. ആമേൻ ഞാൻ ആളെ പറയുന്നില്ല, എല്ലാവർക്കും മനസ്സിലായി എന്ന് തോന്നുന്നു. ആമേൻ. എനിക്ക് ആമേൻ എൻ്റെ ആമേൻ പ്രാർത്ഥിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ എൻ്റെ മാർവോട് പ്രിയ സഹോദരി കെട്ടിപ്പിടിച്ചപ്പോൾ ആമേൻ താൻ ഭക്ഷണം കഴിക്കാത്തതിൻ്റെ ആമേൻ ഹല്ലേലൂയ ആ വയറിനകത്തുള്ള ആമേൻ എരച്ചിൽ ആമേൻ എൻ്റെ ഉള്ളിനകത്ത് വല്ലാതെ പതിയുവാനിടയായി. ആമേൻ. നമ്മൾ ഏകദേശം 2 ആഴ്ച ഭക്ഷണം കഴിക്കാതിരിക്കുമ്പോൾ, ഞങ്ങൾ ഫാസ്റ്റിംഗ് എടുക്കുന്നത് കൊണ്ട് ഞങ്ങൾക്കറിയാം, ഭക്ഷണം കഴിക്കാതിരിക്കുമ്പോൾ പിന്നെ വയറിനകത്ത് നിന്ന് കേൾക്കുന്ന ഗ്യാസിൻ്റെ ബുദ്ധിമുട്ടുകളും ആ വിരയുടെ ആമേൻ ആ ശബ്ദമൊക്കെ എനിക്ക് ആമേൻ ഞങ്ങൾക്കത് നന്നായിട്ടറിയാം. ആ സഹോദരിയുടെ കരച്ചിൽ ആമേൻ എൻ്റെ ആമേൻ ഈ യോഗ് ഭാഗം മുഴുവനും കണ്ണുനീർ കൊണ്ട് നരയുവാനിടെ എനിക്ക് വല്ലാത്ത വേദനയുണ്ടായി. പ്രിയ ദൈവമക്കളെ, ഞാൻ ഇവിടെ വെച്ച് ആശ്വസിപ്പിച്ച് പ്രാർത്ഥിച്ചു വിട്ടെങ്കിലും പ്രിയ ആൻറ്റി ഫുഡ് കൊടുത്ത് വിട്ടെന്ന് തോന്നുന്നു. ആമേൻ ആമേൻ ഇവിടെ നിന്ന് പോയെങ്കിലും അന്ന് രാത്രി സത്യം പറഞ്ഞാൽ 2-3 ദിവസമായിട്ട് ഞങ്ങൾക്ക് ഉറക്കമില്ല. ആ കുടുംബത്തിന് വേണ്ടി ശക്തമായി പ്രാർത്ഥിക്കുവാനിടയായി. സംഹാരകൾ നോട്ടമിടുവാൻ അനുവദിക്കരുതേ, ഞങ്ങൾ പ്രാർത്ഥിക്കുവാനിടയായി. പ്രിയ ദൈവമക്കളെ പറയട്ടെ, കഴിഞ്ഞ ബുധനാഴ്ച ഞങ്ങൾ വിസിറ്റിങ്ങിന് കടന്നുപോയപ്പോൾ ആമേൻ ഞങ്ങൾ അവിടെ ചെന്ന് വാതിൽ മുട്ടുമ്പോഴേ ആമേൻ സന്തോഷത്തോടെ 4 പേരും ഒരുമിച്ച് വിളി കേട്ടു. സന്തോഷത്തോടെ ആയിരിക്കുന്നത് കാണുവാൻ കർത്താവ് സഹായിച്ചു. ദേശത്ത് കടന്നു വന്നു. സ്വന്തമായൊരു ഭവനമില്ലാത്തവർ വളരെ ഭാരപ്പെട്ടു. കഴിഞ്ഞ ദിവസങ്ങളിൽ ഭവനം കർത്താവ് ഒരുക്കിക്കൊണ്ടിരിക്കുന്നു എന്നുള്ള സന്തോഷത്തിൻ്റെ വാർത്തകളെ കേൾക്കുവാൻ കർത്താവ് സഹായിച്ചു. ഞാൻ എന്തുകൊണ്ട് ഇത് പറഞ്ഞതെന്ന് ചോദിച്ചാൽ, പ്രിയ ദൈവമക്കളെ, ഒരു പ്രതികൂലം നിന്റെ ജീവിതത്തിനകത്ത് കടന്നു വരുന്നുണ്ടെങ്കിൽ ആമേൻ ആസ് യൂഷ്വൽ ദൈവത്തെ അറിഞ്ഞൊരു ദൈവ പൈതലിന്റെ കുടുംബത്തിനകത്ത് ഒരു പ്രതികൂലം കടന്നു വരുന്നുണ്ടെങ്കിൽ, പ്രത്യേകിച്ച് ആമേൻ മരണക്കയറെടുക്കുന്ന തരത്തിൽ ആമേൻ ഞാൻ പറയട്ടെ, മരിച്ചാൽ മതി, മരണം മതി എന്ന് പറഞ്ഞ് ആമേൻ ഹല്ലേലൂയ നിലവിളിക്കുന്ന സാഹചര്യം നിന്റെ ജീവിതത്തിൽ, തൊഴിൽ മേഖലയിലാകട്ടെ, കുടുംബ ജീവിതത്തിനകത്താകട്ടെ, സാമ്പത്തിക മേഖലയിലാകട്ടെ, തലമുറയുടെ വിഷയത്തിലാകട്ടെ, ആത്മീക ജീവിതത്തിലാകത്താകട്ടെ, ആമേൻ ഏത് വിഷയത്തിന്റെ മധ്യേ മരണം മതി എന്ന് പറഞ്ഞു, മരിച്ചാൽ മതി എന്ന് പറഞ്ഞു, ഇനി മരണം മാത്രമേ മുൻപിലുള്ളൂ എന്നുള്ള ഒരു പ്രശ്നത്തിന്റെ നടുവിൽ നീ ഇറങ്ങുന്നുണ്ടെങ്കിൽ ചിന്തിച്ചോളണം. പിശാച് നിന്നെ മരിക്കുവാൻ ടെൻഡൻസി നൽകുന്നുണ്ടെങ്കിൽ നീ ചിന്തിച്ചോളണം, നിന്റെ പിന്നിലൊരു വലിയ മഹത്വം വെളിപ്പെടാനുണ്ട്. നിന്റെ കുടുംബത്തിനകത്തൊരു വലിയ മഹത്വം വെളിപ്പെടാനുണ്ട്. നിന്റെ കുടുംബ ജീവിതത്തിൽ ഒരു വലിയ മഹത്വം വെളിപ്പെടുവാനുണ്ട്. നിന്റെ തലമുറയിൽ ഒരു ദൈവ മഹത്വം വെളിപ്പെടുവാനുണ്ട്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ഈ കഷ്ടം കഴിയുമ്പോൾ, ഈ പ്രയാസം കഴിയുമ്പോൾ, ഈ വേദന കഴിയുമ്പോൾ അപ്പൻ എന്നോട് ചെയ്തത്, ഒരു കണ്ണ് കണ്ടിട്ടില്ലാത്തത്, ഒരു ചെവി കേട്ടിട്ടില്ലാത്തത്, ആരുടെയും ഹൃദയത്തിൽ തോന്നിയിട്ടില്ലാത്ത ചിലത് എൻ്റെ ജീവിതത്തിൽ സംഭവിക്കുവാൻ പോകുന്നു.
Praise the Lord. Hallelujah. Amen. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, എനിക്ക് വേറൊരാളെ പറയുന്നതിനേക്കാൾ, ദൂരെ ഇരിക്കുന്ന ഒരു വ്യക്തിയെ പറയുന്നതിനേക്കാൾ, നമ്മുടെ കൺമുൻപിലുള്ളതിനെ പറയുന്നത് എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം. Hallelujah. കാരണം നിങ്ങളത് കണ്ടത്, നിങ്ങളത് അനുഭവിച്ചത്, ആ കുടുംബം ഫേസ് ചെയ്യുന്ന പ്രശ്നം നിങ്ങൾ കണ്ടറിഞ്ഞത്. അപ്പോൾ ഒന്ന് ചിന്തിച്ചു നോക്കണമേ, നമ്മുടെ മേലുള്ള വാഗ്ദത്തം എത്ര വലുതാണ്. നമ്മുടെ ജീവിതത്തിനകത്ത് ദൈവത്തെ അറിഞ്ഞാം ഒരു ദൈവ പൈതന്റെ ജീവിതത്തിനകത്ത് പിശാച് പദ്ധതി ഇടുമ്പോൾ നിങ്ങൾ ചിന്തിച്ചോണം, ഞാൻ അടുത്തൊരു ലെവലിലേക്ക് മാറുവാൻ പോകുന്നു, ഞാൻ അടുത്തൊരു പടി മുൻപിലോട്ട് ഞാൻ ഉയരുവാൻ പോകുന്നു. തൊഴിൽ മേഖലയിൽ അസാധാരണമായി നീ ചെയ്യാത്ത ചില വിഷയങ്ങൾക്ക് വേണ്ടി പിശാച് നിന്നെ കുരുക്കുവാൻ പദ്ധതി ഒരുക്കുന്നു. അതിനെ ചാടി നീ കടക്കുവാൻ പോകുന്നു. നിന്നെ നിന്ദിച്ചവരുടെ മധ്യത്ത് നിന്റെ തൊഴിൽ മേഖലയിൽ നീ അറിയാത്തതായ ചില നന്മയുടെ വഴികളെ തന്നു നിന്നെ തകർക്കുവാൻ പദ്ധതി ഒരുക്കിയവരുടെ നടുവിൽ പരിശുദ്ധാത്മാവ് നിന്നെ ഉയർത്തുവാൻ പോവുകയാണ്. Praise the Lord. Hallelujah. ആമേൻ. ചുമ്മാ നടക്കുന്നവർക്കൊന്നും പ്രശ്നം ഉണ്ടാവത്തില്ല. ആമേൻ. ബാലാകോല നടക്കുന്നവർക്കൊന്നും ഒരു പ്രശ്നം ഉണ്ടാവത്തില്ല. ആമേൻ. Hallelujah. ഒരു ദൈവ പൈതൽ ആരാണോ, ആമേൻ, ദൈവത്തെ അറിഞ്ഞൊരു കുടുംബം ഏതാണോ ഉള്ളത്, പിശാച് അവിടെയാണ് ഏറ്റവും കൂടുതൽ സന്ദർശിക്കുന്നത്. ആമേൻ. ആമേൻ. അവിടെ ഒരു അല്പം ഗ്യാപ്പ് കിട്ടുമോ, ഇവളെ എങ്ങനെ വിശ്വാസത്തിൽ നിന്ന് വീഴ്ത്തിക്കളയുക, ആമേൻ, ഇവനെ എങ്ങനെ വിശ്വാസത്തിൽ നിന്ന് വീഴ്ത്തിക്കളയാം, ഇതാണ് പിശാചിന്റെ പദ്ധതി. അതിനെ തിരിച്ചറിയുവാനുള്ള ദൈവിക കൃപ, ചില പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ അതിനെ അതിജീവിക്കുവാനുള്ള ദൈവിക കൃപ പ്രാപിക്കുവാൻ വേണ്ടിയിട്ടാണ് ഇവിടെ കിടന്ന് പ്രസംഗിക്കുന്നതും പാടുന്നതും. ഉപവസിക്കുക, ഉപവസിക്കുക, ഉപവസിക്കുക. നിന്റെ ശരീരം ദണ്ണിപ്പിച്ച്, നിന്റെ ഇഹലോകത്തിലെ സകലതിനെയും ദണ്ണിപ്പിച്ച് ഉപവസിക്കുവാൻ പറയുന്നത് ചുമ്മാതല്ല. നീ ഉപവസിച്ചിട്ടുണ്ടെങ്കിൽ മറുപടിയുണ്ട്. നിനക്ക് ചില ദൈവ തേജസ്സാൽ നീ മൂടപ്പെടും. Praise the Lord. Hallelujah. ഉപവസിക്കുന്നവരെ കാണുമ്പോൾ ഭയങ്കര ഒരു ബ്ലെസ്സിംഗ് ആകട്ടോ. ആമേൻ. അവരുടെ ഫേസ് കണ്ടാൽ അറിയാം, അവരുടെ വാക്കുകൾ കേട്ടാൽ അറിയാം, അവരുടെ സംസാരം കേട്ടാൽ അറിയാം. അതേമേൻ, അതിനകത്തു നിന്ന് ഒഴുകുന്ന ആത്മനദി. Praise the Lord. Hallelujah. അതുകൊണ്ടാ പറയുന്നത്, ആമേൻ, നീ ആത്മീക കൃപ പ്രാപിച്ചു കഴിഞ്ഞാൽ ഒരു സ്ഥാനത്തും തോറ്റു പോകുവാൻ കർത്താവ് അനുവദിക്കത്തില്ല. നീ അല്പ ദിവസം താണ് ചിലപ്പോൾ ഇരിക്കേണ്ടി വരുമായിരിക്കും. അത് നിന്നെ വലിയ മഹത്വത്തിലേക്ക് നിന്നെ ഉയർത്തുന്നതിന് കാരണമാക്കി തീർക്കും. എന്റെ ടോപ്പിക് അതല്ല. ആമേൻ. ഇന്ന് പകലിലും അല്പസമയം ദൈവവചന ചിന്തയ്ക്കായി നമുക്കൊരു വേദഭാഗം വായിക്കാം. ആമേൻ. അപ്പോസ്തല പ്രവർത്തികളുടെ പുസ്തകം 16-ാം അധ്യായം 31-ാമത്തെ വാക്യം. കർത്താവായ യേശുവിൽ വിശ്വസിക്കുക, എന്നാൽ നീയും നിന്റെ കുടുംബവും രക്ഷ പ്രാപിക്കും. Praise the Lord. അപ്പോസ്തല പ്രവർത്തികളുടെ പുസ്തകം 16-ാം അധ്യായം അതിന്റെ 31-ാമത്തെ വാക്യം. കർത്താവായ യേശുവിൽ വിശ്വസിക്കുക, ആമേൻ, എന്നാൽ നീയും നിന്റെ കുടുംബവും രക്ഷ പ്രാപിക്കും. ഇന്ന് പകലിൽ ലൈവിലും ഈ ഹാളിനകത്തും ഈ ശബ്ദപരിധിയിലായിരിക്കുന്ന ആരെങ്കിലും, ആമേൻ, ഹല്ലേലൂയ, ഇന്ന് പകലിൽ കേൾക്കുന്നവരോട് ഞാൻ പറയട്ടെ, ഈ വചനം നീ കേൾക്കുമ്പോൾ നീ മാത്രമല്ല, നിന്റെ കുടുംബത്തിനകത്ത് നിന്ന് ചിലത് രക്ഷിക്കപ്പെടും. നീ മാത്രമല്ല, നിന്റെ കുടുംബം, നിന്റെ കുടുംബത്തിനകത്തുള്ള ചിലത് ഈ ദിവസങ്ങളിൽ രക്ഷിക്കപ്പെടും. അതിലുള്ള തുടക്കത്തെ കർത്താവ് ഇട്ടിട്ടുണ്ട്. ചില അടിസ്ഥാനങ്ങളെ പരിശുദ്ധാത്മാവ് ഇളക്കുന്നുണ്ട്. ചിലത് ഉറപ്പിക്കാൻ, ചില അടിസ്ഥാനങ്ങൾ ഇളകിയിട്ടുണ്ടെങ്കിൽ അത് ഉറപ്പിക്കാൻ, ദേശത്തിൽ ചില അടിസ്ഥാനങ്ങൾ ഇളകിയിട്ടുണ്ടെങ്കിൽ അത് ഉറപ്പിക്കാൻ, നിന്റെ പട്ടണത്തിൽ ചില അടിസ്ഥാനങ്ങൾ കുലുങ്ങിയിട്ടുണ്ടെങ്കിൽ ആമേൻ ഉറപ്പിക്കാൻ, നിന്റെ തലമുറകൾക്കകത്ത് ചില അടിസ്ഥാനങ്ങൾ ഇളകിയിട്ടുണ്ടെങ്കിൽ പരിശുദ്ധാത്മാവ് പറയുന്നു അതിനെ ഉറപ്പിക്കാൻ, ആർക്കും തകർക്കാതെ വേണോ, ആർക്കും പൊളിക്കുവാൻ കഴിയാത്ത വിധം ചിലതിനെ പരിശുദ്ധാത്മാവ് അടിസ്ഥാനം ഇടുവാൻ പോവുകയാണത്. ചൂടമന ഹതാരഘടക ശംഭനാരകൾ ഘടകസി. വിശ്വസിക്കുവാൻ തയ്യാറാണോ? ആമേൻ. വിശ്വസിക്കുവാൻ തയ്യാറാണോ? ആമേൻ. ഒന്ന് ഏറ്റെടുക്കുവാൻ തയ്യാറാണോ? നിങ്ങളുടെ ചിന്തയ്ക്കതീതമായി, നിങ്ങളുടെ ചിന്തയ്ക്കതീതമായി ഇതെങ്ങനെ സംഭവിച്ചു, ഇതെങ്ങനെ സംഭവിച്ചു? ഒരിക്കലും സംഭവിക്കാത്തത് ഞാൻ വിശ്വസിക്കുന്നു. ഞാൻ എൻ്റെ ആത്മീക കണ്ണുകൊണ്ട് കാണുന്നുണ്ട്. ചിലതിനെയൊക്കെ കർത്താവ് അടിസ്ഥാനങ്ങളെ ഇളക്കിയിട്ടുണ്ട്. പലർക്കും പുറത്തു പറയുവാൻ കഴിയുന്നില്ല. ചിലതിന്റെ അടിസ്ഥാനങ്ങളെ പരിശുദ്ധാത്മാവ് മാനസാന്തരത്തിലേക്ക് റമനഗസിയ മാനസാന്തരപ്പെടേണ്ട ഭർത്താവിനെ നോക്കി നീ പ്രാർത്ഥിക്കുക. മാനസാന്തരപ്പെടേണ്ട തലമുറയെ നോക്കി നീ പ്രാർത്ഥിക്കുക. നിന്റെ അഭിഷേകം ചിലതിനെ പുറത്തു കൊണ്ടുവരുന്നതിന് കാരണമാക്കി തീർക്കും. Praise the Lord. Hallelujah.
ജൂഡമന ഹദാരഘടക ശംധനാരകൾ ഘടകസി. ആമേൻ, ഹല്ലേലൂയ. ആമേൻ. ഈ വാക്യത്തിന്റെ ആമേൻ ഹല്ലേലൂയ മുൻപിലോട്ട് ചിന്തിക്കുമ്പോൾ നമുക്കവിടെ കാണുവാൻ കഴിയും, പൗലോസും സീലാസും പ്രാർത്ഥനാ സ്ഥലത്തേക്ക് കടന്നു പോകുമ്പോൾ ആമേൻ സ്ഥിരമായി അവർ യാത്ര ചെയ്യുന്ന സ്ഥലം. ആമേൻ, ഹല്ലേലൂയ. ആമേൻ. പ്രാർത്ഥന ആമേൻ സ്ഥലത്തിനടുത്തായി കടന്നു പോകുന്ന വഴിയിലായി ആമേൻ വെളിച്ചപ്പാടത്തിയായ ഒരു സ്ത്രീ. ആമേൻ. അവളുടെ പേര് അവിടെ രേഖപ്പെടുത്തിയിട്ടില്ല. ആമേൻ ലക്ഷണം പറയുന്ന ആമേൻ വെളിച്ചപ്പാട് പറയുന്ന സ്ത്രീ എന്ന് പറയുമ്പോൾ ലക്ഷണം പറയുന്ന സ്ത്രീ ഒരു പക്ഷേ ആമേൻ കൈ നോക്കി ലക്ഷണം പറയുന്ന ഒരു സ്ത്രീ ആയിരിക്കാം, അല്ലെങ്കിൽ ഫേസ് നോക്കി ലക്ഷണം പറയുന്ന ഒരു സ്ത്രീ ആയിരിക്കാം. ആമേൻ. പലവട്ടം ആമേൻ അഭിഷക്തന്മാർ അതുവഴി കടന്നു പോകുമ്പോൾ അവരുടെ ഉള്ളിലൊരു ഭയം ഉണ്ടായിരിക്കാം. കാരണം നമുക്കിവിടെ വായിക്കുവാൻ കഴിയും, ആമേൻ പല പ്രാവശ്യം ആമേൻ അവിടെ കടന്നു പോകുമ്പോൾ അവരുടെ ഉള്ളിലുള്ള ആമേൻ ആ പിശാച് ആമേൻ ഭയപ്പെടുന്നുണ്ട്. അതുകൊണ്ട് 17-ാമത്തെ വാക്യം അവിടെ കാണുവാൻ കഴിയും, അവൾ പൗലോസിന്റെയും ഞങ്ങളുടെയും പിന്നാലെ വന്നു, ഈ മനുഷ്യൻ അത്യുന്നതനായ ദൈവത്തിന്റെ ദാസന്മാർ രക്ഷാമാർഗം നിങ്ങളോട് അറിയിക്കുവാൻ ആമേൻ വന്നു. ഇന്ന് പകലിൽ അഭിഷക്ത കുടുംബങ്ങളെ, ശുശ്രൂഷയിൽ നിൽക്കുന്നവരെ നിങ്ങളെ കണ്ട് ചിലർ ഭയപ്പെടുവാൻ പോകുകയാ. ആമേൻ. നിന്റെ മേലുള്ള ആത്മാവിന്റെ സാന്നിധ്യം കണ്ട് ചിലത് ഭയപ്പെടുവാൻ പോകുകയാ. ഭയപ്പെടുക മാത്രമല്ല, ഒരു മാനസാന്തരത്തിലേക്ക് ആമേൻ പിന്മാറ്റമെന്ന ഭൂതത്തെ, പിന്മാറ്റമെന്ന ബാധയെ ചൂടാമന ഹദാരഘടക ശംധനാരകൾ പ്രൗഢവന ദീപലഘടക ശംധാരകന വർഷങ്ങൾ കൊണ്ട് ഒന്ന് പള്ളിയിൽ വരുമോ, ഒന്ന് പ്രാർത്ഥിക്കുമോ എന്ന് നാളുകൾ കൊണ്ട് നീ പറയുന്നില്ലേ? ഇനി നീ വിളിക്കാതെ തന്നെ മുട്ടുകുത്താൻ പോവുകയാ, മുട്ടുകുത്തുവാൻ പോവുകയാ. ജൂഡമന ഹദാരഘടക ശംധാരകന അർത്ഥപ്രൗഢവരഘടക ചില പിന്മാറ്റ ശക്തികളെ ജൂഡമന ഹദാരഘടക ശംധനാരകൾ പ്രൗഢവന അർത്ഥപ്രൗഢവരഘടക ശംധനാരകൾ പ്രൗഢവന അധൂരവൽഘടകസി. അവൻ എനിക്കറിയത്തില്ല അവൻ ആരോടോ ഇങ്ങനെ പരിശുദ്ധാത്മാവ് പറയുന്നു. ആമേൻ. നിന്റെ കുടുംബത്തിനകത്ത് പുറത്തു പറയുവാൻ കഴിയാത്ത ചില പ്രശ്നങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നു. ആമേൻ. പുറത്തു പറയുവാൻ കഴിയുന്നില്ല. വലിയൊരു പിന്മാറ്റം. പറഞ്ഞാൽ എൻ്റെ വില പോകുമോ? ആമേൻ. എന്നോടുള്ള സ്നേഹത്തിന് എന്തെങ്കിലും ഒരു വ്യതിചലനം ഉണ്ടാകുമോ? പരിശുദ്ധാത്മാവ് പറയുന്നു, നീ ഏറ്റെടുക്കുവാൻ തയ്യാറാണെങ്കിൽ ഇന്ന് പകൽ നിന്റെ കുടുംബത്തിനകത്ത്, നിന്റെ മാതാപിതാക്കൾക്കിടയിലുള്ള ചില കലഹത്തിന്റെ അനുഭവങ്ങൾ ചൂടമന ഹദാരഘടക ശംധനാരകൾ പ്രൗഢവന അർത്ഥൽഘടക ശംധാരകന ചില ദിവസങ്ങൾ കൊണ്ട് നിന്റെ ഹൃദയത്തിനകത്ത് നീ വല്ലാതെ വിങ്ങിപ്പൊട്ടുന്നുണ്ട്. ആരോടെന്റെ സങ്കടം പറയും, ആരോടെന്റെ വേദന പറയും, ആരോടും പറയുവാൻ കഴിയാതവണ്ണം നീറുന്ന ഹൃദയത്തോടെ നീ ദൈവസന്നിധിയിൽ കരയുന്നുണ്ട്. പ്രിയ തലമുറയെ, നിന്റെ കുടുംബത്തിനകത്ത് ഇന്ന് പകലിൽ ദൈവത്തിന്റെ സാന്നിധ്യം ഇറങ്ങുന്നുണ്ട്. ആ മാതാപിതാക്കളുടെ മേലൊരു വലിയ മാനസാന്തരത്തിന്റെ കരം ചൂടമന ഹദാരഘടക ശംധനാരകൾ പ്രൗഢവന അർത്ഥപ്രൗഢവരഘടക ശംധനാരകൾ ഘടക. ഒത്തിരി വർഷം കൊണ്ട് ഭവനത്തിനകത്ത് വെല്ലുവിളിക്കുന്ന ഒരു മണ്ഡലമോ നിന്റെ മാതാപിതാക്കളെ സെപ്പറേറ്റ് ചെയ്യിക്കുവാൻ. ആമേൻ. ഹല്ലേലൂയ. മദ്യപാനമില്ല, പുകവലിയില്ല, ഒന്നുമില്ല. പക്ഷേ നിന്റെ കുടുംബത്തിനകത്ത് വെല്ലുവിളിക്കുന്ന ഒരു സ്ത്രീ ശക്തി ഇന്ന് പകൽ പരിശുദ്ധാത്മാവ് അതിനെ എടുത്തു മാറ്റുകയാ. ചൂടമന ഹദാരഘടക ശംധനാരകൾ ഘടകസി. നിന്നിലൂടെ, നിന്റെ ഭർത്താവിലൂടെ ആമേൻ മാതാപിതാക്കൾ മാനസാന്തരപ്പെടുവാൻ പോവുകയാ. ചൂടമന ഹദാരഘടക ശംധനാരകൾ പ്രൗഢവന ഏൽപ്പിക്കപ്പെടുമെങ്കിൽ ഇന്ന് മകൾ ദൈവസന്നിധി കരയുമെങ്കിൽ ആമേൻ. നിന്നെ തള്ളിക്കളഞ്ഞതാ ഒരു സമയത്ത്. പരിശുദ്ധാത്മാവ് ഇങ്ങനെ ആലോചന കൈമാറുന്നു, നിന്നെ ഒരു സമയത്ത് തള്ളിക്കളഞ്ഞതാ. ആമേൻ. പക്ഷെ നീ ഇപ്പോൾ ആമേൻ ഒരു അമ്മയായ സമയം മുതൽ നീ ഏറ്റവും അധികം വേദനിക്കുന്നു. കുടുംബ ജീവിതം എന്ന ആമൻ വിഷയത്തെ ഓർത്ത് നീ വല്ലാതെ വേദനിക്കുന്നുണ്ട്. പരിശുദ്ധാത്മാവ് പറയുന്നു, ആമൻ നീ ദൈവസന്നിധിയിൽ കരയുമെങ്കിൽ ആമേൻ ഹല്ലേലൂയ ഈ ദിവസങ്ങൾ നിന്റെ മാതാപിതാക്കളുടെ മാനസാന്തരം നീ കാണുവാൻ പോകുകയാ. ആ കുടുംബത്തിന്റെ കെട്ടുറപ്പ് നീ അനുഭവിക്കുവാൻ പോകുകയാ. ചൂടമന ഹദാരഘടക ശംധനാരകൾ ഘടകസി. വ്യക്തമായ വ്യക്തികളെ പരിശുദ്ധാത്മാവിനെ എടുത്തു കാണിക്കുന്നുണ്ട്. ഇന്ന് പകൽ ആ കുടുംബത്തിനകത്ത് അളവറ്റ ദൈവത്തിന്റെ സ്നേഹം ഇറങ്ങി ചെല്ലുന്ന കൃപയ്ക്കായി. ആമേൻ ഹല്ലേലൂയ. പ്രിയ ദൈവമക്കളെ, പരിശുദ്ധാത്മാവിന് ഒന്നും മറവല്ല.
ആമേൻ, ദൈവത്തിന്റെ സന്നിധിയിൽ സകലതും നഗ്നതും മലർന്നതുമായി കിടക്കുന്നു. അവന്റെ കണ്ണുകളെ പൊത്തി നമുക്കൊരു സ്ഥാനത്തും ഓടി ഒളിക്കുവാൻ കഴിയത്തില്ല. ആമേൻ, ദൈവത്തിന്റെ കണ്ണ് പൊത്തി നമ്മൾ എവിടെ പോയി ഒളിച്ചാലും ആമേൻ ഹല്ലേലൂയ നമുക്ക് രണ്ട് കണ്ണേ ഉള്ളൂ. പക്ഷെ നമ്മുടെ കർത്താവ് എപ്പോഴും നമ്മളെ കണ്ടുകൊണ്ടിരിക്കുക. അവൻ സർവ്വവ്യാപിയ അഖിലാണ്ടങ്ങളെ സൃഷ്ടിച്ച കർത്താവിന് ആമേൻ നമ്മളെ നോക്കാൻ ഒത്തിരി സമയമൊന്നും വേണ്ട. ആമേൻ ഹല്ലേലൂയ. നീ ഒന്ന് തുമ്മിയാൽ മതി, നിന്റെ തലയിൽ ഒരു രോമം നിലത്ത് വീണാൽ മതി, അപ്പൻ അറിയുന്നു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഇന്ന് പകലിൽ നിന്റെ കണ്ണുനീർ നിലത്ത് വീണിട്ടുണ്ടെങ്കിൽ അതേ പ്രിയ യൗവന തലമുറ, അതൊരു വിടുതലാണ്, അതൊരു വിടുതലാണ്. നിന്റെ കുടുംബത്തിനകത്തൊരു സ്പിരിച്വൽ ബീറ്റ്സ് അതിനകത്ത് വെളിപ്പെടുവാൻ പോവുകയാണെന്ന്. ആമേൻ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. കർത്താവ് ഇന്ന് പകൽ അത് ചെയ്തിരിക്കുന്നതിനായി സ്തോത്രം. ഹല്ലേലൂയ. നമുക്കവിടെ കാണുവാൻ കഴിയും. ആമേൻ ഹല്ലേലൂയ. അവളുടെ മേലുള്ള ഭൂതം അഭിഷക്തന്മാരെ കണ്ടപ്പോൾ ഭയപ്പെടുവാനിടയായി. അങ്ങനെ ഒത്തിരി നാളുകൾ കൊണ്ട് ആമേൻ അഭിഷക്തന്മാരുടെ പുറകെ നടന്ന് ശല്യം ചെയ്യുന്നത് കണ്ട് സഹിക്കവയ്യാതെ അഭിഷക്തന്മാർ അതിനെ അങ്ങ് ശാസിക്കുവാനിടയായി. ആമേൻ, അതൊരു നിസ്സാര കാര്യമല്ല. അത് ശാസിച്ച് അവളുടെ ബാധ ഒഴിഞ്ഞപ്പോൾ അവൾ രക്ഷിക്കപ്പെട്ടു. ആമേൻ, അവൾ രക്ഷിക്കപ്പെട്ടു. പിന്നെ അവളുടെ ലക്ഷണം പറയുന്ന പരിപാടി അങ്ങ് അവൾ ഉപേക്ഷിച്ചു. അത് ഉപേക്ഷിച്ച സമയം മുതൽ ഭക്തന്മാർക്ക് അത് പ്രതികൂലം ആഞ്ഞടിക്കുവാനിടയായി. ആമേൻ ഹല്ലേലൂയ. യജമാനന്മാർ അവളെ കൊണ്ട് വലിയ ലാഭം കൊയ്തുകൊണ്ടിരുന്നു. ആമേൻ, ഞാൻ പറയട്ടെ, ഈ ദേശത്തും ആമേൻ ഒത്തിരി ദേശങ്ങളിലും വ്യാപിക്കുന്ന ഒരു പൈശാചിക മണ്ഡലമാണ് മദ്യവും മയക്കുമരുന്നും. ആമേൻ ആമേൻ. ഒരു യജമാനനുണ്ട്, അവനിൽ നിന്ന് കവരപ്പെട്ട് പിന്നെ ഒന്നിനെ പോലും നന്നാകുവാൻ കഴിയാതെ വണ്ണം അവനൊന്ന് മദ്യപാനം നിർത്തിയാൽ, അവനൊന്ന് ഡ്രഗ്സ് അഡിക്ഷൻ ഒന്ന് വിട്ടുകഴിഞ്ഞാൽ പിന്നെ അവന്മാർക്ക് കിട്ടുന്ന ലാഭം അങ്ങ് തീർന്നു, കൊള്ള ലാഭം അങ്ങ് തീർന്നു. അതിന് വിരോധമായി എഴുന്നേൽക്കുന്ന ഒരു പൈശാചിക വ്യാപാരമുണ്ട്. ഇന്ന് പകൽ ഞാൻ വിശ്വസിക്കുന്നു, ഇന്നത്തെ മെസ്സേജ് കഴിയുമ്പോൾ ചില മദ്യപാനികൾക്കകത്ത്, ചില ഡ്രഗ്സിന്റെ അടിമത്തങ്ങൾക്ക് പരിശുദ്ധാത്മാവ് ഒരു വലിയ വിടുതലുകൾ അയക്കുന്നുണ്ട്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അങ്ങനെ ഒത്തിരി ലാഭം ആമേൻ കൊയ്തുകൊണ്ടിരുന്ന വെളിച്ചപ്പാടത്തിയെ ആമേൻ ഹല്ലേലൂയ മാനസാന്തരപ്പെടുത്തുവാനിടയായി. ആ മാനസാന്തരം കഴിഞ്ഞപ്പോൾ ദേശം അങ്ങ് ഭയങ്കരമായി ഇളകി. കാരണം ഇവൾക്കത്ര ഡിമാൻഡായിരുന്നു, ഇവൾക്കത്ര ആമേൻ പ്രശസ്തിയായിരുന്നു ആ ദേശത്ത്. ഇവൾ ആമേൻ സമ്പാദിച്ച സമ്പാദ്യം യജനന്മാർക്ക് നൽകിയത് വളരെയായിരുന്നു. ആമേൻ, ഇതാ ഭക്തന്മാരെ ആമേൻ ഹല്ലേലൂയ ആമേൻ ഹല്ലേലൂയ ദേശം ഒന്നടങ്കം ആമേൻ നാടുവാഴികളും ദേശക്കാർ മുഴുവനും ചേർന്ന് ഇവൻ ദൈവദൂഷണം പറയുന്നു, ഇവന് നമുക്ക് അംഗീകരിക്കുവാൻ കഴിയാത്ത ആമേൻ ഹല്ലേലൂയ വെളിപ്പാടുകളെ പറയുന്നു, ഭൂതങ്ങളെ പുറത്താകുന്നു, ഇവനെ അങ്ങ് നമുക്ക് അടിച്ചു കൊന്നുകളയോ. പിശാച് ആമേൻ മുറിവേൽപ്പിക്കുവാൻ പദ്ധതി ഒരുക്കി. ഇതാ ആമേൻ ഹല്ലേലൂയ കാരാഗൃഹത്തിലേക്ക് അടയ്ക്കുവാൻ ആമേൻ എല്ലാവരും കൂടെ ചേർന്ന് പദ്ധതി ഒരുക്കി, പ്ലാൻ ഒരുക്കി. പൗലോസിനെയും സീലാസിനെയും ഇതാ കാരാഗൃഹത്തിൽ അടയ്ക്കപ്പെടുന്നു. കാരാഗൃഹത്തിൽ വെറുതെ അങ്ങ് അടയ്ക്കുകയല്ല, ഇവൻ ഇനി ഒരിക്കലും പുറത്തു വരരുത്. ഒരു ഭൂകമ്പം സംഭവിച്ചാലും ആമേൻ ഹല്ലേലൂയ ഇനി ആർക്കെങ്കിലും ഒരു നല്ല മനസ്സ് തോന്നി അറ്റാക്ക് ചെയ്താലും ഇവൻ പുറത്തു വരരുത്. ആമേൻ, അവന്റെ കാലുകളെ ആമത്തിന്മേലിട്ട് പൂട്ടി അകത്തെ കാരാഗൃഹത്തിനകത്ത് ഉള്ളറയ്ക്കകത്ത് കൊണ്ടിട്ട് ആമേൻ ആമത്തിൽ പൂട്ടി. പ്രിയ ദൈവമക്കളെ, നിന്റെ പ്രാർത്ഥനയുടെ മറുപടികൾ ഇനി ഒരിക്കലും പുറത്തു വരാതിരിക്കുവാൻ, നീ പ്രാർത്ഥിക്കുന്ന നിന്റെ പ്രാർത്ഥനയുടെ വിഷയങ്ങൾ ഒരിക്കലും പുറത്തു വരാതിരിക്കുവാൻ പിശാച് ആമത്തിൽ കൊണ്ട് പൂട്ടിയിട്ടിരിക്കുന്ന അവസ്ഥ ഈ ദിവസങ്ങളിൽ ഇന്ന് പകൽ ഞാൻ പറയട്ടെ, ചിലത് സംഭവിക്കുവാൻ പോകുന്നു. ആമത്തിൽ പൂട്ടിയിട്ട ചില പ്രാർത്ഥനയുടെ മറുപടികളെ പരിശുദ്ധാത്മാവ് പുറത്തു കൊണ്ടുവരുവാൻ പോകുകയാ. മാനസാന്തരത്തിന്റെ ഫലമായി, മാനസാന്തരത്തിന്റെ റിസൾട്ടായി പരിശുദ്ധാത്മാവ് പുറത്തെടുക്കുകയാ. ചൂടമന ഹദാരഘടക ശബ്ദനാരകൾ ഘടകസി. ആമേൻ, നമുക്കവിടെ കാണുവാൻ കഴിയും 16-ാം അധ്യായം അതിന്റെ ആമേൻ 23-ാമത്തെ വാക്യം. ആമേൻ, അവരെ വളരെ അടുപ്പിച്ച ശേഷം
തടവിലാക്കി കാരാഗ്രഹ പ്രമാണിയോട് അവരെ സൂക്ഷ്മത്തോടെ കാപ്പാൻ കൽപ്പിച്ചു. വെറുതെയല്ല, സൂക്ഷ്മതയോടെ. ആമേൻ. ആമേൻ ഹല്ലേലൂയ, എലി പോലും അതിനകത്ത് കടക്കാത്ത രീതിയിൽ. ആമേൻ. ഞാൻ ചിന്തിക്കുന്നു, ആമേൻ ശ്വാസം വിടാനുള്ള ഒരു സ്പേസ് മാത്രം ചിലപ്പോൾ അവിടെ കൊടുത്തു കാണും. കാരണം ഒരു പഴുതും ഉണ്ടാകരുത്. ആമേൻ. ഇവൻ പുറത്തു വരാതിരിക്കുവാൻ, ആമേൻ, നീ പുറത്തു വരാതിരിക്കുവാൻ പിശാച് എന്തൊക്കെ പദ്ധതി ഒരുക്കി, നിന്റെ കുടുംബത്തെ പൂട്ടിയിടുവാൻ പദ്ധതി ഒരുക്കിയാലും, നിനക്ക് വിരോധമായി പിശാച് എന്തൊക്കെ പ്ലാൻ ചെയ്ത് പദ്ധതി ഒരുക്കിയാലും, ആമേൻ, നിന്നെ ദൈവം പുറത്തു കൊണ്ടുവരുവാൻ പദ്ധതി ഉണ്ടെങ്കിൽ ഒരു ചെറിയൊരു വിഷയം മതി, നീ കാരാഗ്രഹത്തിനകത്തുനിന്നോ പുറത്തു വരും. ഹല്ലേലൂയ. അതുകൊണ്ട് നീ വേദനപ്പെട്ടിട്ടുണ്ടെങ്കിൽ, മുറിവേറ്റിട്ടുണ്ടെങ്കിൽ, വാക്കുകൾ കൊണ്ട് നീ മുറിവേറ്റിട്ടുണ്ടെങ്കിൽ ഭാരപ്പെടരുത്. കർത്താവ് നിന്നെ മാനിക്കും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. കർത്താവിന്റെ വേലയിൽ നിൽക്കുന്ന അഭിഷക്തന്മാരെ, ഈ ശബ്ദം കേൾക്കുന്നുണ്ടെങ്കിൽ, കർത്താവിന്റെ വേലയുമായി ബന്ധപ്പെട്ട് നീ നിന്നെ അനുഭവിച്ചിട്ടുണ്ടെങ്കിൽ, കാരാഗ്രഹം അനുഭവിച്ചിട്ടുണ്ടെങ്കിൽ, നീ മഹത്വീകരിക്കുവാൻ പോകുകയാ, നീ ഉയർത്തപ്പെടുവാൻ പോകുകയാ, നിന്റെ മേലൊരു അഭിഷേകം ഈ ദിവസങ്ങളിൽ വെളിപ്പെടുവാൻ പോകുകയാ. ജുഡമന ഹദാരഘടക ശംധനാരകൾ പ്രൗഢമന അർത്ഥനാരകൾ ശമനഘടക ശംധന. തീ കത്തിക്കൊണ്ടിരിക്കുക. പരിശുദ്ധാത്മാവിന്റെ അളവറ്റ സാന്നിധ്യം. അതെ, ചില കാരാഗ്രഹങ്ങൾക്കകത്ത് ചില കത്തലുകൾ വെളിപ്പെടുകയാ. റമനക ശംധനാരകൾ പ്രൗഢമന അഥാരഘടക ശംധനാരകൾ പ്രൗഢമന. ആമേൻ. ഹല്ലേലൂയ. അവരെ അകത്തെ തടവിലാക്കി. ആമേൻ. അവരുടെ കാലുകളെ ആമത്തിലിട്ട് പൂട്ടി. ആമേൻ. ഹല്ലേലൂയ. അവിടെ ആമത്തിലിട്ട് പൂട്ടിയെങ്കിലും, ആമേൻ, അഭിഷേകമുള്ളവന്റെ ഒരു പ്രത്യേകത അറിയാവോ? ആമേൻ. അവന്റെ നാവിന് ബന്ധനമില്ലായിരുന്നു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ആമേൻ. നാവ് കൊണ്ട് കർത്താവിനെ സ്തുതിക്കുന്നതിന് പരിധിയില്ല. പ്രൈസ് ദി ലോർഡ്. ഇന്ന് പകലിലും പിന്മാറ്റത്തിലായിരിക്കുന്ന നിന്റെ ഭർത്താവ് അല്ലെങ്കിൽ ഭാര്യ അല്ലെങ്കിൽ മക്കൾ, ആമേൻ, നിന്നെ ഭവനത്തിൽ ഒതുക്കി കൂട്ടി എന്ന് പറഞ്ഞ്, ആമേൻ, ഹല്ലേലൂയ, നിന്റെ വായി തുറക്കാതിരിക്കരുത്. നിന്റെ കൈകാലുകൾ ചിലപ്പോൾ അവർ ബന്ധിച്ചേക്കാം. ചിലപ്പോൾ ലൈറ്റ് ഇല്ലാത്ത റൂമിലായിരിക്കാം നിന്നെ അടച്ചേക്കുന്നത്. ആമേൻ, ഏറെ പോലും അകത്ത് വരുവാൻ കഴിയാതവണ്ണം നീ വല്ലാതെ വീർപ്പ് മുട്ടുന്നുണ്ടായിരിക്കാം. പക്ഷെ ഞാൻ പറയട്ടെ, നിന്റെ അതരത്തിനകത്തു നിന്ന് സ്തുതിയും സ്തോത്രവും പുറത്തു വരുമെങ്കിൽ, നിന്റെ അതരത്തിനകത്തു നിന്ന് സ്തോത്രവും സ്തുതിയും പുറത്തു വരുമെങ്കിൽ ചില അത്ഭുതങ്ങൾ സംഭവിക്കുവാൻ പോവുകയാ. പ്രിയ ബിന്ദു സിസ്റ്റർ അറിയാം, ആമേൻ, ഒത്തിരി വർഷങ്ങൾ തൻ്റെ യൗവന പ്രായത്തിൽ അല്ലേ സ്നാനപ്പെട്ടതിന് ശേഷം ഒത്തിരി നാള് താൻ വീട്ടുതടങ്കലിലായിരുന്നു. ആമേൻ. പുറത്തു വരുവാൻ കഴിയാതവണ്ണം, ആമേൻ, ആരാധനയിൽ പങ്കെടുക്കുവാൻ കഴിയാതവണ്ണം. പക്ഷെ ആരാധനയിൽ പങ്കെടുത്തില്ലെങ്കിലും താൻ വീട്ടിലിരുന്ന് ഉപവസിക്കുമായിരുന്നു, പ്രാർത്ഥിക്കുമായിരുന്നു. ആമേൻ. അതിൻ്റെ ഫലം എന്താ? ആമേൻ, കൊടിയ കാറ്റ് ഭവനത്തിന്മേൽ ആഞ്ഞടിച്ചു. താൻ ആഗ്രഹിച്ചതിനേക്കാൾ അപ്പുറമായി ഏറ്റവും അനുഗ്രഹമായി തൻ്റെ കുടുംബത്തെ കർത്താവ് പുറത്തു കൊണ്ടുവന്നു. ഇന്ന് തനിക്ക് ആരെയും കാല് പിടിക്കണ്ട. ഞാൻ പോട്ടെ, ഞാൻ പ്രാർത്ഥിക്കട്ടെ, ഒരു വാക്ക് ദൈവത്തെ സ്തുതിക്കട്ടെ. ഇന്ന് പകലും ഈ ലൈവിലും കേൾക്കുന്നവരോട് ഞാനൊരു ദൂത് വിളിച്ചു പറയട്ടെ. ആമേൻ. ഹല്ലേലൂയ. നിന്നെ, ആമേൻ, പുറത്തിറങ്ങുവാൻ കഴിയാതവണ്ണം നിനക്ക് ആരാധന സ്വാതന്ത്ര്യത്തിന് വിലക്കുണ്ടെങ്കിൽ നീ സംസാരിക്കുവാൻ പോകണ്ട. ആ കാരാഗ്രഹത്തിനകത്ത് കിടന്ന് ദൈവത്തെ സ്തുതിക്കുവാൻ നിന്റെ അതരങ്ങളെ തുറന്ന് അപ്പനെ സ്തുതിക്കുവാൻ നിനക്ക് കഴിയുമെങ്കിൽ ഈ കാരാഗ്രഹം ഒത്തിരി ദിവസമില്ല. ഈ ആമത്തിൽ പൂട്ടുന്ന പൂട്ട് ഒത്തിരി ദിവസമില്ല. ചില പൂട്ടുകൾ പൊളിക്കപ്പെടുവാൻ പോകുന്നു, ചില ചങ്ങലകൾ പൊട്ടുവാൻ പോകുന്നു, ചില ദുരാത്മാവിന്റെ മണ്ഡലം, ചില പൈശാചിക മണ്ഡലം, ആമേൻ, അഴിഞ്ഞു മാറുവാൻ പോകുകയാണ്. ആമേൻ. ഹല്ലേലൂയ. നിന്നെ പുറത്തു വിടാത്തതൊരു പൈശാചിക ബന്ധനമാണ്. ആമേൻ. പിന്മാറി നിൽക്കുന്നവരുടെ ഒക്കെ ഹൃദയങ്ങൾക്കകത്ത് പിശാച് കൊണ്ടിടുന്ന് പറയുന്ന അവൻ വിഷയം ഇതാ: നീ പുറത്തിറങ്ങരുത്. ആമേൻ. നീ ദൈവത്തെ ആരാധിക്കരുത്. ആമേൻ. ഫറവോന്റെ ഹൃദയത്തിനകത്തും ഇസ്രായേൽ മക്കളെ പുറത്ത് അവൻ വിടാതിരിക്കുവാൻ വേണ്ടി അവന്റെ ഹൃദയത്തെയും അവൻ കഠിനപ്പെടുത്തിക്കൊണ്ടിരുന്നത് പിശാച. ആമേൻ. ഹല്ലേലൂയ. അവസാനം എന്ത് ചെയ്തു? ആമേൻ. ആമേൻ. സന്തതികൾ വാഗ്ദത്തം കേട്ടിറങ്ങിയ ഇസ്രായേൽ മക്കൾ ചെങ്കടൽ കടന്നു. മിസ്രൈമ്യ സൈന്യം ചെങ്കടൽ മുങ്ങി. അങ്ങനെയെങ്കിൽ ആമേൻ, നീ മിണ്ടാതിരിക്കരുത്. നീ പുറപ്പെട്ടിട്ടുണ്ടെങ്കിൽ നീ വായി തുറന്ന് സ്തുതിക്കുവാൻ തയ്യാറായാൽ നിന്റെ ശത്രുക്കൾ കാണുക
the Lord. Hallelujah. ചിലപ്പോൾ ഭവനത്തിൽ നിന്ന് നീ ഒറ്റരാൾ മാത്രമായിരിക്കും ഇറങ്ങിത്തിരിച്ചത്. ചിലപ്പോൾ ഒരു ദേശത്ത് നിന്ന് നീ മാത്രമായിരിക്കും ഇറങ്ങിത്തിരിച്ചത്. എന്നാൽ ചില ആൻറ്റിമാരൊക്കെ വിളിക്കുമ്പോൾ പറയാറുണ്ട്, അവൻ എൻ്റെ ദേശത്ത് ഞാൻ ഒരാൾ മാത്രമേ ഉള്ളൂ പ്രാർത്ഥിക്കാൻ. ഞാൻ പ്രാർത്ഥിക്കുമ്പോൾ അവർ കല്ലെറിയും, അവരെന്തെങ്കിലുമൊക്കെ പറയും. ഞാൻ അവരോട് പറയും, അവൻ നിൻ്റെ നല്ല പ്രവൃത്തി കണ്ട്, നിൻ്റെ നല്ല സംസാരം കണ്ട്, നിൻ്റെ നല്ല മനസ്സ് കണ്ട്, നിൻ്റെ നല്ല ജീവിത രീതി കണ്ട്, നിൻ്റെ നാവിൽ നിന്ന് പുറപ്പെടുന്ന വാക്ക്, നിൻ്റെ നടപ്പ്, നിൻ്റെ ജീവിതത്തിലെ ഓരോ ചലനങ്ങളും നല്ല ഫലമാണോ കായ്ക്കുന്നതെങ്കിൽ ചിലതിനെ ഒന്നും നീ വിളിക്കണ്ട, നീ അലക്കണ്ട. നിന്റെ നല്ല പ്രവൃത്തി കണ്ട് ചിലതൊക്കെ നിന്റെ പിന്നാലെ വരികയാണ്. Praise the Lord. Hallelujah. ആമേൻ. ദൈവപ്രവൃത്തി കർത്താവ് ചെയ്യും. Praise the Lord. Hallelujah. നമ്മൾ ചില സ്ഥാനങ്ങളിൽ ആമേൻ ചില സ്ഥാനങ്ങളിൽ നമുക്ക് വായ് തുറക്കുവാൻ പോലും സ്വാതന്ത്ര്യം കിട്ടത്തില്ല. ആമേൻ. വായ് തുറക്കുവാൻ സ്വാതന്ത്ര്യം ഇല്ലെങ്കിൽ നിന്റെ ഉള്ളിനകത്ത് അന്യഭാഷ പറഞ്ഞങ്ങ് സ്തുതിക്കുവാൻ തുടങ്ങണം. ആമേൻ. ഞങ്ങൾ അങ്ങനെയാ. ചില സ്ഥാനങ്ങളിൽ ഞങ്ങൾക്ക് പോകുമ്പോൾ ആമേൻ ഹല്ലേലൂയ ഞങ്ങളുടെ വിശ്വാസ കുടുംബങ്ങളിൽ പുറത്തും പല ഹിന്ദു ഫാമിലീസിനകത്ത് ഞങ്ങൾ പ്രാർത്ഥിക്കുവാൻ പോകുമ്പോൾ അവർക്ക് പരിധിയുണ്ട്, ശബ്ദപരിധിയുണ്ട്. ആമേൻ. ചില സ്ഥലങ്ങളിൽ ഞങ്ങൾ ചെല്ലുമ്പോൾ മിണ്ടാതെ പോയി ഇരുന്നിട്ട് വരും. ആമേൻ. മുത്ത് ചോദിക്കാറുണ്ട്, നമ്മൾ എന്താ പോയിട്ട് ആമേൻ ഇങ്ങനെ 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 ആമേൻ ഉറുമ്പ് ഇങ്ങനെ മൂളുന്ന പോലെ മൂളിയേ, കൊതുക് മൂളുന്നത് പോലെ മൂളിയതെന്താ? ചില സ്ഥാനങ്ങളിൽ പോകുമ്പോൾ ഒന്നും സംസാരിക്കത്തില്ല. ഞങ്ങൾ മിണ്ടാതിരുന്ന് ആമേൻ ഞങ്ങളുടെ അധരം തുറന്നൊന്ന് പ്രാർത്ഥിക്കും. ഞങ്ങളുടെ ആത്മീക കണ്ണ് തുറന്ന് അന്യഭാഷ പറഞ്ഞ് ഞങ്ങൾ പ്രാർത്ഥിച്ചിട്ട് ആമേൻ ഇറങ്ങി വരും. പ്രിയ ദൈവമക്കളെ, അത് പിന്നെ ഒത്തിരി നാൾ തുടരുവാൻ ദൈവം അനുവദിച്ചിട്ടില്ല. പിന്നെ ഞങ്ങൾക്ക് സ്വാതന്ത്ര്യത്തോടെ ആ ഭവനങ്ങളിലിരുന്ന് പ്രാർത്ഥിക്കുവാൻ കർത്താവ് അവസരമൊരുക്കി. ആമേൻ. അങ്ങനെയെങ്കിൽ ആമേൻ ഈ ദിവസങ്ങളിൽ ചില സ്ഥാനങ്ങളിൽ ആമേൻ വായികളെ തുറക്കുവാൻ, ചില ആമത്തിൽ പൂട്ട് വീഴുന്നിട്ടുണ്ടെങ്കിൽ ആമേൻ അവിടെ ഇരുന്ന് പ്രാർത്ഥിക്കുവാൻ തുടങ്ങണം. അവിടെ ഇരുന്ന് അധരങ്ങൾ തുറന്ന് സ്തുതിക്കുവാൻ തുടങ്ങണം. ആമേൻ. സ്തുതിക്കുമ്പോൾ ചില കാരാഗ്രഹത്തിന്റെ വാതിലുകൾ തുറക്കും. Praise the Lord. Amen. Hallelujah. ഇവർ പാടി സ്തുതിക്കുന്നത് ആര് ശ്രദ്ധിച്ചുകൊണ്ടിരുന്നു? തടവുകാർ ശ്രദ്ധിച്ചുകൊണ്ടിരുന്നു. കൂടെ ഉണ്ടായിരുന്ന ആമേൻ ഒത്തിരി തടവുകാർ ഇത് ശ്രദ്ധിച്ചുകൊണ്ടിരുന്നു. പെട്ടെന്ന് വലിയൊരു ഭൂകമ്പം ഉണ്ടായി. ആമേൻ. ഒന്ന് ചിന്തിച്ചു നോക്കണമേ. പൗലോസും സീലാസും ദൈവത്തെ പാടി സ്തുതിച്ചപ്പോൾ അവർക്ക് വേണ്ടി ചില വാതിലുകൾ തുറക്കപ്പെടുന്നു. ആമേൻ. ഹല്ലേലൂയ. ഞാൻ ചിന്തിക്കുന്നു, ഒന്നാം വാതിൽ തുറന്നു, രണ്ടാം വാതിൽ തുറന്നു. ആ അകത്തെ തടവിൽ അവരെ ആക്കിയേ. എത്ര വാതിൽ പിന്നിട്ടിട്ടായിരിക്കും അവരെ അകത്ത് ആമത്തിലിട്ട് പൂട്ടിയേ. പെട്ടെന്നൊരു ഭൂകമ്പം ഉണ്ടായി. ആമേൻ. ഹല്ലേലൂയ. നിന്റെ ചില വിഷയങ്ങളുടെ മറുപടിക്ക് ചില ഭൂകമ്പങ്ങൾ ഉണ്ടാകും. ആ ഭൂകമ്പം എന്തിന്റെയൊക്കെ വിടുതലാണെന്ന് അറിയാമോ? ആമേൻ. കാരാഗ്രഹത്തിന്റെ അടിസ്ഥാനം കുലുങ്ങി. നമ്പർ 1, ചില കാരാഗ്രഹത്തിന്റെ അടിസ്ഥാനം കുലുങ്ങി. മറയപ്പെട്ട് കിടക്കുന്ന ചില പ്രാർത്ഥനയുടെ മറുപടിയുടെ അടിസ്ഥാനങ്ങൾ ഇളകിയിട്ടുണ്ടെന്ന് റമന ശംതനര കാലഘടകസി അർത്ഥന ദീമാനഘടക ശംതന അധാരഘടക ശംതനാരകൾ പ്രൗഢവന ചില അടിസ്ഥാനങ്ങൾ നമ്പർ 1 കുലുങ്ങി. ആമേൻ. ഹല്ലേലൂയ. വാതിലൊക്കെയും തുറന്നു. നിന്റെ മുമ്പിൽ അടയ്ക്കപ്പെട്ടിരിക്കുന്ന ചില വാതിലുകൾ പരിശുദ്ധാത്മാവ് ചില കാറ്റുകൾ മുഖാന്തരം, ചില ഭൂകമ്പങ്ങൾ മുഖാന്തരം തുറക്കപ്പെടുകയാണ്. ആമേൻ. ഹല്ലേലൂയ. നീ ചെല്ലുമ്പോൾ മാത്രം ഈ ഹോസ്പിറ്റലിൽ വാക്കൻസി ഇല്ല. ആമേൻ. ഈ രാജ്യത്ത് നിനക്ക് മാത്രം വാക്കൻസി ഇല്ല. ആമേൻ. നിനക്ക് മാത്രം ഒരു ജോലിയില്ല. ആമേൻ. PSC പോലും നിന്നെ റിജക്ട് ചെയ്തു കളയുന്നു. ആ വാതിലുകളെ പരിശുദ്ധാത്മാവ് നിന്റെ കുടുംബത്തിനകത്തേക്ക് തുറക്കുവാൻ പോവുകയാണ്. ചൂടാമന അധാരഘടക ശംധനാരകൾ പ്രൗഢമന യേശുവിന്റെ നാമത്തിൽ. എനിക്കറിയത്തില്ല ആരോടോ പരിശുദ്ധാത്മാവ് പറയുന്നു, 2024 അവസാനിക്കുന്നതിന് മുമ്പേ ചില ഗവൺമെന്റ് ജോലിയുടെ വാതിലുകൾ നിന്റെ കുടുംബത്തിനകത്തേക്ക് തുറക്കുവാൻ പോവുകയാണ്. ഹധാരഘടക ശംധനാരകൾ പ്രൗഢമന അർത്ഥനാരകൾ ശമന നിന്നോട് വാഗ്ദത്തം ചെയ്തത്, നിന്റെ തലമുറയെ കുറിച്ച് വാഗ്ദത്തം ചെയ്തത് ആമേൻ പരിശുദ്ധാത്മാവ് തുറക്കുവാൻ പോവുകയാണ്. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. നമ്പർ 1, വലിയൊരു ഭൂകമ്പം ഉണ്ടായി. പിന്നെ സംഭവിച്ചത് എന്താ? കാരാഗ്രഹത്തിന്റെ അടിസ്ഥാനങ്ങൾ കുലുങ്ങി. ആമേൻ. വാതിലൊക്കെയും തുറന്നു. 3, എല്ലാവരുടെയും ചങ്ങല അഴിഞ്ഞു. പ്രൈസ് ദി ലോർഡ്. ചിലത് സംഭവിക്കുന്നത് നിന്നെ ആമത്തിനകത്തോട്ട് പൂട്ടിയ ചില ചങ്ങലകളെ ആമേൻ അഴിച്ചു വിടാനാണ്. പ്രൈസ് ദി ലോർഡ്. നിന്റെ ജീവിതത്തിനകത്ത് പുറത്തു വരുവാൻ കഴിയാതെ വണ്ണം
നിന്നെ ഭരിക്കുന്ന ചില മാനുഷിക വ്യക്തികളുണ്ട്. നീ അത് ചെയ്യരുത്, നീ ഇത് ചെയ്യരുത്, നീ അവിടെ പോകരുത്, നീ ഇവിടെ പോകരുത്, നീ ഇത് ചെയ്യരുത്. ആ റെസ്ട്രിക്ഷൻസ് നിന്റെ ഭവനത്തിൽ നിന്ന് അഴിഞ്ഞു മാറുകയാ. ചൂടാമന അഥാരഘടക ശംധനാരകൾ പ്രൗഢവന അധരഘടക ശംധനാരകൾ പ്രൗഢവന. എനിക്കറിയത്തില്ല ആരുടെയൊക്കെ കുടുംബങ്ങൾക്കകത്ത് ഇന്ന് പകലിൽ പരിശുദ്ധാത്മ വലിയ മിറക്കിൾ ചെയ്തിരിക്കുക. Praise the Lord. Hallelujah. ഇന്ന് പകൽ പരിശുദ്ധാത്മ വലിയ മിറക്കിൾ ഇന്ന് പകൽ കർത്താവ് ചെയ്തിരിക്കുക. Praise the Lord. Hallelujah. Amen. എന്ത് സംഭവിച്ചു? ചങ്ങലകളൊക്കെ അഴിഞ്ഞു. Amen. Hallelujah. കാരാഗ്രഹ പ്രഭാണി പെട്ടെന്ന് ഉറക്കമുണർന്നു. കാരാഗ്രഹത്തിന്റെ വാതിലുകൾ തുറന്നിരിക്കുന്നത് കണ്ടു. ആമേൻ. ചങ്ങലക്കാർ ഓടിപ്പോയി കളഞ്ഞു എന്ന് പേടിച്ചിട്ട് തന്നെത്താൻ വാളൂരി മരിക്കുവാൻ പദ്ധതി ഒരുക്കി കാരാഗ്രഹ പ്രഭാണി വാളൂരിയതും ആമേൻ പൗലോസ് അതിനകത്തുനിന്ന് വിളിക്കുവാനിടയായി ഞങ്ങളാരും പോയിട്ടില്ല. പ്രിയ ദൈവമക്കളെ, ചിലത് നിന്റെ കുടുംബത്തിനകത്ത് സംഭവിക്കുന്നത്, ചില ഭൂകമ്പങ്ങൾ ഉണ്ടായത്, ചില ചങ്ങലകൾ അഴിഞ്ഞത്, ചില നാറ്റക്കേസുകൾ വന്നതുണ്ടല്ലോ. ചിലത് രക്ഷിക്കപ്പെടാനാ, ചിലത് പുറത്തു വരാൻ വേണ്ടിയാ, ചിലത് വിടുവിക്കപ്പെടാൻ വേണ്ടിയാ, ചിലതൊക്കെ ഈ ദിവസങ്ങളിൽ ചീഞ്ഞ് നാറുന്നതുണ്ടല്ലോ യഥാസ്ഥാനപ്പെടാൻ വേണ്ടിയാ. ആമേൻ. അവൻ കുലുക്കുന്നവൻ മാത്രമല്ല കേട്ടോ, അവൻ ഉറപ്പിക്കുന്നവനാ. കുലുങ്ങിയിട്ടുണ്ടെങ്കിൽ അത് ഉറയ്ക്കാനാ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അടിസ്ഥാനം കുലുങ്ങിയിട്ടുണ്ടെങ്കിൽ ബ്ലസ്സി നിന്റെ ഭവനത്തിനകത്ത് പരിശുദ്ധാത്മ ഉറപ്പിക്കുവാൻ വേണ്ടിയാ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. കുലുങ്ങിയിട്ടുണ്ടെങ്കിൽ അത് മാതാപിതാക്കളുടെ ജീവിതത്തിനകത്ത് അത് ഉറപ്പിക്കുവാൻ വേണ്ടിയാ. ഞാൻ പറഞ്ഞില്ലേ, ഏതൊക്കെയോ കുടുംബത്തിനകത്ത് ഇന്ന് പകലിൽ പരിധി വിട്ട് പരിശുദ്ധാത്മാവ് സന്ദർശിച്ചു. ഹല്ലേലൂയ. ആമേൻ. കർത്താവ് അത് ചെയ്യും, ഞാൻ വിശ്വസിക്കുന്നു. എന്നെ വിളിച്ച ദൈവം വിശ്വസ്തനാണെങ്കിൽ, എന്നോടവൻ വാക്ക് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഇതുവരെയും മാറാതെ വണ്ണം എൻ്റെ കൺമുൻപിൽ ആ വിടുതലുകൾ അനുഭവിച്ചിട്ടുണ്ടെങ്കിൽ, ഞാൻ പറയുന്നു, പരിധി വിട്ട് പരിശുദ്ധാത്മാവ് ചില കാരാഗ്രഹങ്ങൾക്കകത്ത് ഇറങ്ങിയിട്ടുണ്ട്. ചില ഭൂകമ്പം ഉണ്ടായിട്ടുണ്ടെങ്കിൽ ചില നാറ്റങ്ങൾ മാറും, ചില കഷ്ടത മാറും, ചില ചങ്ങലകൾ ഉടയപ്പെടും. ചില ബന്ധനങ്ങളിൽ നിന്ന്, ചില മാനുഷിക ബന്ധനങ്ങളിൽ നിന്ന് ചിലത് പുറത്തു വരികയാണ്. ആമേൻ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ആമേൻ. അവർ ആ മരണം അവരിൽ നിന്ന് മാറിയപ്പോൾ പിന്നെ അവന്റെ കണ്ണ് തുറന്നു. ആമേൻ. നിങ്ങളത് ആരെങ്കിലും ശ്രദ്ധിച്ചോ? അവൻ വെളിച്ചം ചോദിച്ച് അകത്തേക്ക് ചാടി വിറച്ചുകൊണ്ട് പൗലോസിന്റെയും സീലാസിന്റെയും മുൻപിൽ വീണു. അപ്പോൾ അതുവരെ അവരെവിടായിരുന്നു? ഇരുട്ടിലായിരുന്നു. ആമേൻ. ദൈവമില്ലാത്തവന്റെ ജീവിതം ഇരുളാ. ആമേൻ. ഇരുളിനകത്ത് എന്തെല്ലാം സംഭവിക്കും? ആമേൻ. ഒന്ന് ചിന്തിച്ചു നോക്കണേ. ആ കാരാഗ്രഹത്തിനകത്ത് ഇരുളായിരുന്നു. ആ ഇരുളിൽ എന്താ സംഭവിക്കുന്നേ? പരസ്പരം വാളിനാൽ മുറിവേൽക്കുന്നു. പരസ്പരം ആമേൻ കാണുവാൻ കഴിയാത്തത് കൊണ്ട് പരസ്പരം ഒത്തിരി വിഷയങ്ങൾ ഉണ്ടാകുന്നു. പക്ഷേ അഭിഷക്തന്മാർ എന്തിനാ കാരാഗ്രഹത്തിനകത്ത് ആമേൻ അത്രയും സമയം ആമത്തിൽ പൂട്ടിട്ട് അവരുടെ കാലുകൾ ബന്ധിക്കപ്പെട്ട് അതിനകത്തായിരുന്നു എന്നറിയാവോ? ആമേൻ. കാരാഗ്രഹ പ്രമാണിയും കുടുംബവും രക്ഷ പ്രാപിക്കുവാൻ വേണ്ടിയോ, അവർ വിടുവിക്കപ്പെടുവാൻ വേണ്ടിയോ. അങ്ങനെയെങ്കിൽ ചിലതൊക്കെ സംഭവിക്കുന്നത് നിന്റെ കുടുംബം വിടുവിക്കുവാൻ വേണ്ടിയോ. അഭിഷക്തന്മാർ ആലോചന കൈമാറിയിട്ടുണ്ടെങ്കിൽ അത് നിന്റെ കുടുംബം വിടുവിക്കുവാൻ വേണ്ടിയോ. ആമേൻ. ഇതുവരെ നീ കണ്ടതുപോലെയല്ല, നീ ശരിക്കും ദൈവത്തെ അനുഭവിക്കുവാൻ പോകുകയാണ്. ഇതുവരെയും ആമേൻ ആരും അറിഞ്ഞതുപോലെയല്ല. ആമേൻ. ശരിക്കും ആഴത്തിൽ ദൈവത്തിന്റെ സ്നേഹം എന്തെന്ന് ചില കുടുംബങ്ങൾക്കകത്ത് വെളിപ്പെടുവാൻ പോവുകയാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ആമേൻ. ചില കുടുംബങ്ങൾക്കകത്ത് ദൈവത്തിന്റെ നീതി വെളിപ്പെടും, ഞാൻ വിശ്വസിക്കുന്നു. 2024 ചില കുടുംബങ്ങൾക്കകത്ത് ദൈവത്തിന്റെ നീതി അപ്പൻ ചെയ്യും. ഹല്ലേലൂയ. ആമേൻ. അവൻ വെളിച്ചം ചോദിച്ചു വന്നപ്പോൾ ആമേൻ വിശ്വാസത്തോടെ പൗലോസും സീലാസും അവരുടെ മേൽ കൊളുത്തപ്പെട്ട വെളിച്ചത്തിന്റെ ദീപം അവരിൽ നിന്ന് മറ്റൊരാളിലേക്ക്, കാരാഗ്രഹ പ്രമാണിയുടെ കുടുംബത്തിനകത്തേക്ക് വ്യാപിക്കുവാൻ തുടങ്ങി. നിന്നോട് ആരെങ്കിലും വെളിച്ചം ചോദിക്കുന്നുണ്ടെങ്കിൽ, നിന്നോട് ആരെങ്കിലും സുവിശേഷത്തെ കുറിച്ച് ചോദിക്കുന്നുണ്ടെങ്കിൽ, നിന്നോട് ആരെങ്കിലും കഷ്ടത പറയുന്നുണ്ടെങ്കിൽ, നിന്നിലുള്ള വെളിച്ചത്തെ പകരുവാൻ, നിന്നിലുള്ള തേജസ്സിനെ പകരുവാൻ, നിന്നിലുള്ള അഭിഷേകത്തെ പകരുവാൻ ഒരു മനസ്സ് നിനക്കുണ്ടാകണം. പ്രൈസ് ദി ലോർഡ്. നിന്നിലൂടെ ചിലത് കർത്താവ് പുറത്തു കൊണ്ടുവരികയാണ്.
ജൂഡാമന ഹദാരഘടകസി അർത്ഥനാരകൽശമന അഥാരഘടകസി കാരാഗ്രഹ പ്രമാണിയും കുടുംബവും ആമേൻ കർത്താവിനെ സ്വന്തം രക്ഷിതാവായി സ്വീകരിക്കുവാനിടയായി. അങ്ങനെയെങ്കിൽ ഇന്ന് പകലിൽ ഈ ലൈവിലും ഈ ഹാളിനകത്തും ദൈവത്തെ ആമേൻ ഹല്ലേലൂയ എന്താണെന്നറിയുവാൻ, ഇതെന്താ പരിപാടി എന്നറിയാൻ വേണ്ടി വീക്ഷിക്കുവാൻ ആരെങ്കിലും ഇത് ശ്രദ്ധിക്കുന്നുണ്ടെങ്കിൽ ഞാൻ പറയട്ടെ, നീ ഇരുളിലാണ്, വെളിച്ചത്തെ പകരുവാൻ, വെളിച്ചത്തെ നിനക്ക് കൈമാറി തരുവാൻ ദൈവത്തിന് പദ്ധതിയുണ്ടോ? മനസ്സ് വിട്ടുകൊടുക്കാമോ? ആമേൻ. ഞാൻ പറയട്ടെ, ആമേൻ, ചിലതിനെയൊക്കെ കർത്താവ് ഇരുളിൽ നിന്ന് വെളിച്ചത്തിലേക്ക് കൊണ്ടുവരുന്നൊരു വർഷമാക്കി കർത്താവ് തീർക്കട്ടെ. ഇന്ന് പകൽ ചില നിമിഷം നമുക്ക് കണ്ണുകൾ അടയ്ക്കാം, നമുക്ക് പ്രാർത്ഥിക്കാം. മഹാപരിശുദ്ധനും നിത്യനും നീതിമാനുമായ ഞങ്ങളുടെ സ്വർഗീയ നല്ല പിതാവേ, അനുഗ്രഹിക്കപ്പെട്ട നല്ല സമയത്തിനായി സ്തോത്രം. ഇന്ന് പകലിലും പരിശുദ്ധാത്മാവിന്റെ അളവറ്റ സാന്നിധ്യം ഈ പ്ലാറ്റ്ഫോമിൽ അനുഭവിക്കുവാൻ അടിയന്റെ മുൻപിലും ലൈവിലുമായിരുന്ന ഒത്തിരി പേരോട് പരിശുദ്ധാത്മാവ് സംസാരിക്കുവാനിടയായി. പിന്മാറി നിൽക്കുന്ന ഏതെങ്കിലും വ്യക്തികളുണ്ടെങ്കിൽ, ഭർത്താക്കന്മാർ, ഭാര്യമാർ, മക്കൾ, ആമേൻ, ആരെങ്കിലും പിന്മാറി നിൽക്കുന്നുണ്ടെങ്കിൽ ദൈവത്തിന്റെ വചനം ഇറങ്ങിച്ചെന്ന് ചില കുടുംബങ്ങൾക്കകത്ത് വ്യക്തിപരമായി ഇടപെട്ടോ. കാരാഗൃഹത്തിനകത്ത് വെളിപ്പെട്ട ചില ഭൂകമ്പങ്ങൾ ചില കുടുംബങ്ങൾക്കകത്ത് വെളിപ്പെട്ടോ. ചിലതിനെ മാനസാന്തരത്തിലേക്ക്, ഇരുളിൽ നിന്ന് വെളിച്ചത്തിലേക്ക് കൊണ്ടുവരുന്നതിന് കാരണമാക്കി അപ്പനങ്ങ് തീർത്തതിനായി സ്തോത്രം. അതങ്ങനെ സംഭവിച്ചതിനായി സ്തോത്രം. അങ്ങയുടെ കരം പ്രവർത്തിക്കും. പ്രൈസർ ഫാമിലി ഗ്ലോബൽ മിനിസ്ട്രിയുടെ വിശുദ്ധ സഭാരാധന എല്ലാ ഞായറാഴ്ചകളിലും രാവിലെ 10 മണി മുതലും എല്ലാ വെള്ളിയാഴ്ചകളിലും രാവിലെ 11 മണി മുതൽ ഉപവാസ പ്രാർത്ഥനയും ഓൺലൈൻ മധ്യസ്ഥ പ്രാർത്ഥനയും. ഞങ്ങൾ നിങ്ങൾക്കായി ലൈവിൽ പ്രാർത്ഥിക്കുന്നു. നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങൾ കമന്റ് ചെയ്യുക. പ്രൈസർ ഫാമിലി ഗ്ലോബൽ എന്ന നമ്മുടെ യൂട്യൂബ് ചാനലിലൂടെ നിങ്ങൾ ലോകത്തിന്റെ ഏത് ഭാഗത്തായിരുന്നാലും ഞങ്ങൾക്കൊപ്പം ചേർന്ന് പ്രാർത്ഥിക്കുവാനും ആരാധിക്കുവാനും അവസരമുണ്ട്. നേരിട്ട് ആരാധനയിൽ സംബന്ധിക്കുവാനും വിടുതൽ പ്രാപിക്കുവാനും ആഗ്രഹിക്കുന്നവർ തിരുവനന്തപുരം ജില്ലയിലെ കാർഷിക കോളേജിനടുത്ത് കാക്കാമൂല ചാമവിളയിലെ പ്രൈസർ ഫാമിലി ഗ്ലോബൽ വർഷിപ്പ് സെന്ററിലേക്ക് കടന്നു വരിക. നിങ്ങളുടേതായ ഒരു വിഷയത്തിന് വേണ്ടി പ്രാർത്ഥിക്കുവാനും കൗൺസിലിംഗിനുമായി കോൺടാക്ട് ചെയ്യുക. പാസ്റ്റർ രതീഷ് JS, മൊബൈൽ നമ്പർ 8921632290. സിസ്റ്റർ വിജി രതീഷ്, മൊബൈൽ നമ്പർ 7561838946. നിങ്ങൾക്കും ഈ പ്രോഗ്രാം സ്പോൺസർ ചെയ്യുവാനും പ്രൈസർ ഫാമിലിയുടെ പ്രവർത്തനങ്ങളിൽ പങ്കാളികളായി കർത്താവായ യേശുക്രിസ്തുവിന്റെ സുവിശേഷം അനേകരിലേക്ക് എത്തിക്കുവാനും അവസരമുണ്ട്. പ്രാർത്ഥനയോടെ വിളിക്കുക.